ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. വണ്ടിന്ന് ഇറങ്ങിയപ്പോ ഉമ്മാനെ കൈയോടെ മേടിച്ചുട്ടാ. പിന്നെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞോണ്ട് ഉമ്മ ഡ്രസ്സ് മാറി നിൽക്കണ്ടായിരുന്നു. ആദ്യമായിട്ട് വന്നോണ്ട് ആദ്യം വീട്ടിൽ കയറിയിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഇവനെ നമുക്ക് ഡ്രസ്സ് മാറ്റിക്കണായിരുന്നു. ഇതാട്ടെ നമ്മൾ എന്നേക്ക് വാങ്ങിച്ച സ്ലിപ്പ് സ്യൂട്ട്. പിന്നെ ഇതിന്റെ വേറൊരു കളർ കൂടി ഉണ്ട്. ഇവനെ ഡ്രസ്സ് മാറ്റിച്ചപ്പോ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പെരുമ്പാവൂർക്കാട്ട് ഫുഡ് കഴിക്കാൻ പോണത്. അവിടെ ഖുറേഷി മന്തി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടുത്തെ ബീഫിന്റെ വാഴയിൽ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇക്ക ഗൾഫിന് പോണതിന് മുന്നേ ഞങ്ങൾ ഇപ്പോഴും പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കൂട്ടാ. ഇക്ക പോയതിനു ശേഷം അങ്ങനെ ഫുഡ് അടിയൊക്കെ കുറവായിരുന്നു. ഇവൻ വണ്ടി കയറിപ്പോ ഉമ്മയായിട്ട് അവനെടുത്തേ. ബാക്കിൽ നിന്നിട്ട് പുള്ളി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ വന്നിരുന്നപ്പോഴാണ് കരച്ചിലൊക്കെ ഒന്ന് മാറിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആൾ നല്ല ഉറക്കായിട്ടാ. ഇന്നലെ ഇൻസ്റ്റയിലിട്ട വീഡിയോക്ക് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവന് എത്ര മാസമായിന്ന് വെച്ചിട്ട്. ഇവന് 3 മാസമായിട്ടാ. പിന്നെ വീട് കറക്റ്റ് എവിടെയാന്നൊക്കെ ചോദിക്കണ്ട്. ഇക്കാടെ വീട് മൂവാറ്റുപുഴയിൽ പുതുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇത് ഇക്കാടെ അനിയനാട്ടോ. ഇക്കാക്ക് 2 അനിയന്മാരുണ്ട്. ഒരാൾ ഇവിടെ ഇല്ല, ഒരാൾ ലുലുവിൽ വർക്ക് ചെയ്യാട്ടാ. അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടാ. അവിടെ എത്തിയപ്പോ ഭയങ്കര ഉറക്കായിരുന്നു. ഞാൻ വിചാരിച്ച അവിടെ എത്തുമ്പോഴേക്ക് എനിക്ക് ആകപ്പാടെ ഒച്ചപ്പാടും വെള്ളം ഫുഡ് അടിക്കാൻ സമ്മതിക്കൊന്നുമില്ല എന്ന് വിചാരിച്ചേ. അങ്ങനെ അവനെ കൊണ്ടൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ലട്ടാ. ഭക്ഷണം കഴിച്ചു തന്നെ ഒരാളൊരു ഒച്ചപ്പാടുണ്ടായിരുന്നില്ല, ഒരു ബഹളം ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ആൾ എനിക്കും ചെയ്തു. ഞാനൊക്കെയും ബീഫിന്റെ വാരിൽ മന്തി ആയിട്ട് പറഞ്ഞേ. പിന്നെ ഉമ്മ ആൽഫാവും പറഞ്ഞു, ഇക്കാടെ അനിയൻ ആൽഫാ മന്തിയും പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബീഫിന്റെ വാരിൽ മന്തി ആട്ടെ. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മന്തിയാണ്. ഈ മന്തി എന്നല്ല, പൊതുവെ എനിക്ക് മന്തിനോടാണ് താല്പര്യം. അങ്ങനെ വേറെ ഫുഡിനോടൊന്നും അത്രയ്ക്ക് താല്പര്യം ഇല്ലാട്ടാ. എന്നിട്ട് ഞങ്ങൾ ഫുഡ് അടി കഴിഞ്ഞാൽ അവിടെ അറിയിപ്പിക്കാൻ ഭയങ്കര കരച്ചിലായിട്ടാ. അപ്പൊ ഇക്കവനെ എടുത്ത് ആശ്വസിപ്പിക്കാനായിട്ട് കാണണം. അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാ പോയത്. അപ്പൊ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാട്ടോ.